പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്ന് ജനുവരി 15 ബുധനാഴ്ച ദിവസമാണ്. വിശുദ്ധ ഔസേപ്പിതാവിനോട് വലിയ ഭക്തിയുള്ളൊരു ദിവസമാണ്. ഞാൻ ജനിച്ചു വളർന്നത് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വലിയ ഒരു തീർത്ഥാടന കേന്ദ്രത്തോട് ചേർന്ന. അതുകൊണ്ട് തന്നെ കുഞ്ഞുനാൾ മുതൽ വിശുദ്ധ ഔസേപ്പിതാവിനോട് എനിക്ക് വലിയ ഭക്തിയാണ്. ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും വിശുദ്ധ ഔസേപ്പിതാവ് എനിക്ക് സാധിച്ചു തരും. കുഞ്ഞുനാൾ മുതൽ ഞാൻ എൻ്റെ വീട്ടിൽ കേൾക്കുന്ന കാര്യമാണ്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സംരക്ഷകനായ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് താങ്ങും തണലുമായിരിക്കണമേ. അപ്പോൾ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ഈ ബുധനാഴ്ച ദിവസം ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെ ബാധിക്കുന്ന രോഗാണുക്കള്, നിങ്ങളെ ബാധിക്കുന്ന രോഗശക്തികള്, നിങ്ങളെ ബാധിക്കുന്ന എന്ത് തകർച്ചകളുമാകട്ടെ, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുക. കാരണം ഇത് കാലഘട്ടത്തിനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ഒരു ശുശ്രൂഷയാണ് എന്ന് ഞാൻ വിശ്വസിക്കുക. കാരണം ഇത് വയനാട്ടിലെ നമ്മുടെ മാത്യു അച്ഛൻ തൻ്റെ ഡെയിലി ബ്ലെസ്സിങ്സിൻ്റെ ആ പ്രേയറിൽ പങ്കെടുത്ത് എനിക്ക് കിട്ടിയ ഒരു അഭിഷേകത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു ഡെയിലി ഡെലിവറൻസ് പ്രേയർ ആരംഭിക്കാൻ കാരണമായത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞങ്ങൾ വയനാട്ടിലാണ് ഈ വൈദികരുള്ളെങ്കിൽ ഞങ്ങൾ ഒരിക്കൽ പോലും പരസ്പരം കണ്ടിട്ടില്ല, ഞങ്ങൾ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. എങ്കിലും ഞാൻ അച്ഛൻ്റെ വചനങ്ങൾ കേൾക്കുമായിരുന്നു. അതാണ് എനിക്ക് ഒരു പ്രേരണ നൽകിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്നത് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പള്ളിക്കുന്ന് പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ അത്ഭുത ദേവാലയത്തിലാണ്. ഇവിടെ ഫെബ്രുവരി മാസം 2 മുതൽ 18 വരെയുള്ള ആ ഒരു തിരുനാളെന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ളതാണ്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകള് പള്ളിക്ക് ചുറ്റും ഉരുള് നേർച്ച നടത്തുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പല സ്ഥലങ്ങളിൽ 100, 20, 50 പേരൊക്കെ ഉരുളുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാൽ 2-ാം തീയതി പെരുന്നാൾ തുടങ്ങി 18-ാം തീയതി വരെ 10,000-കണക്കിന് ആളുകള് മുട്ടേലിഴഞ്ഞ് ഉരുണ്ട് നേരങ്ങി പ്രാർത്ഥിക്കുന്ന അത്ഭുത പള്ളിയാണ് പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ ആ അത്ഭുത ദേവാലയം പള്ളിക്കുന്നിലേത്. അപ്പൊ ഈ അൾത്താരയിൽ നിന്നാണ് അച്ഛൻ പ്രാർത്ഥിക്കുന്നത്. ഇത് ഈ ദേശത്തിന്റെ, വയനാടിന്റെ മാത്രമല്ല, ഇത് മലബാറിന്റെ ഏറ്റവും വലിയ പ്രാർത്ഥനാ സെന്ററാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുനീര് തോരാതിരുന്നിട്ടില്ല. ഇവിടെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള് അനുഗ്രഹിക്കപ്പെടുക. ഞാൻ കാണുന്ന ഏറ്റവും വലിയ അത്ഭുതം, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ തലയിൽ കരങ്ങൾ വെച്ച് ഒരു ഡെലിവറൻസിന്റെ പ്രാർത്ഥന ചെയ്തപ്പോഴ് പ്രിയപ്പെട്ടവര് എത്ര സാക്ഷ്യങ്ങളാ. നിങ്ങൾ എൻ്റെ പള്ളിയുടെ പിറകിൽ വന്നൊന്ന് നോക്കിയാൽ മതി, എത്രയോ അത്ഭുത സാക്ഷ്യങ്ങളുടെ ഫോട്ടോകളാണ്. അതിലൊരു 99% കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ അനുഗ്രഹിച്ചതാ. ഇപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മുടെ ഓർമ്മയിലേക്ക്, നമ്മുടെ ഏതെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവരുണ്ടോ? അവരിങ്ങനെ ആഗ്രഹിച്ച് ട്രീറ്റ്മെന്റ് എടുത്തിട്ടും കുഞ്ഞുങ്ങളെ കിട്ടാതെ വിഷമിക്കുന്നവരുണ്ടോ? അവരെല്ലാവരെയും ഓർത്ത് ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുക. അതുപോലെ തന്നെ ജോലി കിട്ടാതെ വിഷമിക്കുന്ന എത്രയോ മക്കൾക്കാണ്. എൻ്റെ പ്രിയപ്പെട്ടവര്, കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി മാള പള്ളിപ്പുറം അവിടെ ജോലി കിട്ടിയ ഒരു പെണ്ണിവിടെ വന്നിരുന്നു. അവൾ പറഞ്ഞു, അച്ഛാ, എനിക്ക് ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് ജോലി കിട്ടി. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരു ഡെലിവറൻസിന്റെ ശുശ്രൂഷയില് പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ എന്റെ തടസ്സം മാറിയച്ച എന്നോട് പറഞ്ഞ, അച്ഛൻ ഈ കത്തൊന്ന് പൊട്ടിക്കാൻ. ആ കത്തെന്തായിരുന്നു? ജോലിക്ക് വേണ്ടി അവര് തുറന്നില്ല. ഇവരതുമായിട്ട് ഇവിടെ വന്നത്. അച്ഛൻ പൊട്ടിച്ച് ആ കത്തെടുത്ത് ഞങ്ങൾക്ക് തന്നാ മതി. എന്റെ പ്രിയപ്പെട്ടവര്, അവരുടെ വിശ്വാസമാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജോലി തടസ്സമുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച്, തൊഴിൽ മേഖലയിലെ ബന്ധനങ്ങളുള്ളവര്, ആഗ്രഹിച്ച ജോലി കിട്ടാത്തവര്,
പഠിച്ച് വർഷങ്ങളോളം പഠിച്ചിട്ട് ആ പഠിപ്പിനനുസരിച്ച് ജോലി കിട്ടാത്തവര്, ഇത് പലപ്പോഴും ഒരു പിശാചിന്റെ ഒരു ആക്രമണമായിട്ട് കാണാറുണ്ട്. പലരും പറയും, അച്ഛാ മാനുഷികമായിട്ട് നോക്കിയാല് എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തടസ്സമെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പരിശ്രമിക്കുന്നുണ്ട്, ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ എനിക്ക് എൻ്റെ ചുണ്ടിനും കപ്പിനും ഇടയിൽ വെച്ച് അത് നഷ്ടപ്പെടുന്ന അച്ഛാ. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് OETയും ജർമ്മൻ ഭാഷയും IELTS ഒക്കെ പഠിച്ചിട്ട് അവര് പരിശ്രമിച്ചിട്ടും മാർക്ക് കിട്ടാതെ വിഷമിക്കുന്നവര്. എനിക്കിവിടെ നിങ്ങളുടെ മുൻപിൽ അഭിമാനത്തോടെ സാക്ഷ്യം പറയാൻ പറ്റുന്നത്, എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ ഡെലിവറൻസിന്റെ പ്രാർത്ഥന നടത്തി ഇത്തരത്തിലുള്ള മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അതിൽ ഇടപെട്ടിട്ടുണ്ട്. കർത്താവ് അവന് ജർമ്മൻ പരീക്ഷ പാസ്സാക്കി കൊടുത്തിട്ടുണ്ട്, IELTS കർത്താവ് പാസ്സാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. അസാധ്യമെന്ന് തോന്നുന്ന വിസയുടെ തടസ്സങ്ങള് ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയത് പോലും ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുത്തപ്പോൾ ആളുകൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള അനേക സാക്ഷ്യങ്ങളുണ്ട്. മക്കളെ, ഭവനമില്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കടങ്ങൾ മൂലം വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മകന്റെ ദുസ്വഭാവം മൂലം വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരെയും സമർപ്പിച്ച് നിങ്ങളുടെ ഭവനങ്ങൾക്ക് സന്തോഷവും സമാധാനം ഇന്നേ ദിനം ലഭിക്കുന്നതിന് വേണ്ടി, ഇന്നേ ദിനം കുരുക്കഴിയുന്നതിന് വേണ്ടി, കെട്ടുകൾ അഴിയുന്നതിന് വേണ്ടി, സാത്താൻ വിട്ടുമാറുന്നതിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. മക്കളെ, ഇന്ന് ജനുവരി 15 ബുധനാഴ്ച പ്രഭാഷകന്റെ പുസ്തകം 30-ാമത്തെ അധ്യായം 21, 22, 23 തിരുവചനങ്ങളാണ്. നമുക്കത് ശ്രദ്ധയോടുകൂടി വായിക്കാം. മക്കളെ, നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത്. നീ എന്തിനാണ് അമിതമായിട്ട് ദുഃഖിക്കുന്നത് മകളെ? നീ എന്തിനാണ് അമിതമായി കരയുന്നത് എൻ്റെ മകനെ? നീ എന്തിന് നിന്നെ തന്നെ പീഡിപ്പിക്കുന്നു? ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, ഞാൻ ഇനി ജീവിക്കേണ്ട, എന്തിന് നീ അത് കരുതുന്നു? വചനം പറയണത് കേട്ടോ. നീ എന്തിന് അമിതമായിട്ട് ദുഃഖിക്കുന്നു? നീ എന്തിന് നിന്നെ തന്നെ പീഡിപ്പിക്കുന്നു? എന്തിന് നീ വിഷാദ രോഗത്തിന് അടിമയാകുന്നു? എൻ്റെ മക്കളെ, ഹൃദയാനന്ദം ദൈവത്തിന്റെ ഗിഫ്റ്റാ. നീ ഇന്ന് ഡെലിവറൻസ് പ്രാർത്ഥനയിൽ നീ ചോദിച്ചാൽ മതി, നിന്റെ ഹൃദയത്തിന് സന്തോഷം കിട്ടാൻ. നിന്റെ അകാരണ ഭയം വിട്ടുമാറട്ടെ, നിന്റെ അകാരണ ദുഃഖം വിട്ടുമാറട്ടെ. പറഞ്ഞറിയിക്കാൻ പറ്റാതെയുള്ള ഹൃദയവേദന ഇന്ന് വിട്ടുമാറി നിന്റെ ഹൃദയത്തിലേക്ക് സ്വർഗം ഒരു വലിയ ആനന്ദം നൽകട്ടെ. ഹൃദയാനന്ദം ഒരുവന്റെ ജീവനും സന്തോഷവും അവന്റെ ആയുസ്സുമാണ്. നിന്റെ ആയുസ്സാണ്, നിന്റെ അനുഗ്രഹമാണ്, നിന്റെ അഭിഷേകമാണ് നിന്റെ ഹൃദയാനന്ദം. നീ ആഗ്രഹിക്കുന്ന ഹൃദയാനന്ദം ഈ ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ, ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിലൂടെ നിനക്ക് നിന്റെ കുടുംബത്തിന് ലഭിക്കട്ടെ. നിന്റെ ദുഃഖം അകറ്റി നിന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും നിന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. കാരണം നിനക്ക് വേണ്ടി പടപൊരുതാൻ ഒരു ദൈവമുണ്ട്, നിന്റെ കൂടെ നടക്കാൻ ഒരു ദൈവമുണ്ട്, നിന്നെ കൈപിടിച്ചുയർത്താൻ ഒരു ദൈവമുണ്ട്, നിന്റെ കണ്ണുനീരൊപ്പാൻ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് മകനെ മകളെ, നിന്റെ ദുഃഖമെല്ലാം അകറ്റിക്കോ. എന്ത് ദുഃഖമാണെങ്കിലും അകറ്റിക്കോ, എന്ത് വേദനയാണെങ്കിലും മാറ്റിവെച്ചോ. ആ ഹൃദയ നൊമ്പരങ്ങളെല്ലാം കർത്താവിന് കൊടുത്തോ. ഇത് ഏതെങ്കിലും തരത്തിലുള്ള പിശാചിന്റെ പീഡയാണെങ്കിൽ അതിന്ന് അച്ഛൻ ബന്ധിക്കുകയാണ് മക്കളെ. ദുഃഖം കാരണം ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അനേകരെ നിഷ്പ്രയോജകരാക്കി മാറ്റിയിട്ടുണ്ട്. അത് സാത്താന്റെ കുതന്ത്രമാണ്. നമ്മൾ സന്തോഷിക്കുന്ന സാത്താൻ ഇഷ്ടമല്ല, നമ്മൾ ആനന്ദിക്കുന്ന സാത്താൻ ഇഷ്ടമല്ല. അതുകൊണ്ട് അവൻ പല വിധത്തിലുള്ള കുരുക്കുകൾ ഉണ്ടാക്കും, പല വിധത്തിലുള്ള തകർച്ചകൾ ഉണ്ടാക്കും. എന്നാൽ നീ ഭയപ്പെടേണ്ട. കാരണം സർവത്തിന്റെയും അതിനാഥനായ ദൈവം, കാറ്റിന്റെ ചെറുകളിൽ സഞ്ചരിക്കുന്ന കർത്താവ്, അത്ഭുതങ്ങളുടെ ദൈവം, രാജാക്കന്മാരുടെ ദൈവം, സാത്താനെ ബന്ധിച്ച കർത്താവായ ഈശോ, സാത്താനെ ബഹിഷ്കരിച്ച കർത്താവായ ഈശോ ഇന്ന് നിന്റെ കൂടെ ഉള്ളപ്പോഴ് നീ ആരെ ഭയപ്പെടണമാണ് മകളെ?
കരങ്ങൾ കൂപ്പി പിടിച്ച ഈ ഒരു ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സർവശക്തനായ ദൈവമേ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഈ മക്കൾക്ക് വേണ്ടി ഞാൻ കേണപേക്ഷിക്കുന്നു. ഇവരെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. അകാരണ ഭയങ്ങളിൽ നിന്ന്, അകാരണ ദുഃഖങ്ങളിൽ നിന്ന് വിടുതൽ കൊടുക്കണമേ. കാരണമില്ലാത്ത വിധത്തിലുള്ള വേദനകള്, ആത്മഹത്യ പോലും ചിന്തിക്കുന്ന അത്തരത്തിലുള്ള ദുഷ്ടാരൂപിയുടെ പീഡകള് യേശു നാമത്താൽ ഈ മക്കളിൽ നിന്ന് വിട്ടുമാറട്ടെ. സർവശക്തനും പിതാവും ദൈവത്തിന്റെ നാമത്തിലും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ശക്തിയോടുകൂടെ ഞങ്ങളെ പീഡിപ്പിക്കുന്ന അസഖ്യ ശത്രുക്കളെ, അന്ധകാരത്തിന്റെ ദുഷ്ടതയുടെയും സകല നുണകളുടെയും പിതാവായ സാത്താനെ, നിന്നെ യേശു ക്രിസ്തുവിന്റെ മരണം കൊണ്ട് നേടിയെടുത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ഇടത് വലത് കൈകളുടെ വേദനകളുടെയും മുറിവുകളുടെയും ശക്തിയാണ്, ആ കൈകളിൽ നിന്നും കാലുകളിൽ നിന്ന് ചങ്കിൽ നിന്ന് ഒഴുകിയ തിരുരക്തത്തിന്റെ ശക്തിയാണ് സാത്താനെയും അവന്റെ സകല ശക്തികളെയും, അവൻ വിതയ്ക്കുന്ന അകാരണ രോഗങ്ങളെയും അകാരണ വിഷാദങ്ങളെയും നിരാശകളെയും ഡിപ്രഷനെയും ആത്മഹത്യ പ്രവണതകളെയും തിന്മയുടെ സ്വാധീനങ്ങളെയും ഇതുമൂലം കടന്നു വരുന്ന സകല തകർച്ചകളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എനിക്ക് ദൈവം ദാനമായി നൽകിയ എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ ഫ്രാൻസിസ് പാപ്പയോട് ചേർന്ന്, എന്റെ മെത്രാനോട് ചേർന്ന്, വൈദികരുടെ കൂട്ടായ്മയിൽ ഞാൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ഇന്നേ ദിനം അത്ഭുതകരമായ ഡെലിവറൻസ്, അത്ഭുതകരമായ വിമോചനം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. ആമേൻ. പറഞ്ഞേ മക്കളെ ആമേൻ. പറഞ്ഞേ മക്കളെ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവ മക്കളെ, ഈ ഒരു ഡെലിവറൻസിന്റെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രെയർ നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. കാരണം ഇത് പള്ളിക്കുന്ന് ലൂർദ് മാതാവിന്റെ പള്ളി അങ്കണത്തിൽ നടക്കുന്ന ശുശ്രൂഷയാണ്. ഇത് പള്ളിക്കുന്ന് പള്ളിയെക്കുറിച്ച് അറിയുന്നവർക്കോട് നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി. ആ മലബാറിലുള്ള നാനാജാതി മതസ്ഥരോട് ചോദിച്ചാൽ മതി. അപ്പോൾ ആ കിഴക്കിൻ്റെ ലൂർദിൽ അവിടെ അതേ അഭിഷേകം നിങ്ങൾക്ക് കിട്ടുകയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരുമിച്ച് സാത്താനും അവൻ്റെ സൈന്യത്തിനുമെതിരെ പടപൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞൊറിയോ ചൊല്ലി എൻ്റെ പൗരോഹിത്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്നുകൂടി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും എഴുതി അയക്കാം മക്കളെ. ഓരോരോ നിയോഗങ്ങൾ, പ്രത്യേകിച്ച് ഈ ചാനലിൻ്റെ താഴെ വരുന്ന ഓരോ എഴുത്തുകളും അച്ഛൻ വായിക്കുന്നുണ്ട്. അവരോരോരുത്തരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.